മമ്മൂക്കൻ്റെ ഭയങ്കര വില്ലൻ റോളില് ഭയങ്കര സട്ടിൽ എക്സ്പ്രഷൻസ് ആണ്. ക്രുവൽറ്റി ഒക്കെ ഭയങ്കര സട്ടിലായിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഐ ട്വിച്ചും ഒരു ചുണ്ടുകൊണ്ടുള്ള അനക്കും അങ്ങനെയൊക്കെ രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ആ ക്യാരക്ടറിനോട് ഭയങ്കരമായി ദേഷ്യം വരും, ഉള്ളുന്നുള്ള ദേഷ്യം വരും. അത് നമുക്ക് തിയേറ്റർ വിട്ടാലും പോവില്ല. ആ ക്യാരക്ടറിനോടുള്ള ദേഷ്യവും നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. പക്ഷേ വളരെ എൻഗേജിങ് ആയിരുന്നു. വളരെ സാറ്റിസ്ഫൈങ് ക്ലൈമാക്സും ആണ് സിനിമയ്ക്കുള്ളത്. മസ്റ്റ് വാച്ച് ആണ് തിയേറ്റർ. കോമ്പിനേഷൻ്റെക്കാട്ടും കൂടുതൽ ആക്ച്വലി നമ്മൾ അങ്ങനെയൊന്നും ആലോചിക്കാനുള്ള ഇതില്ല അതിനകത്ത് നമ്മൾ ശരിക്കും ആ കഥയിൽ എൻക്രോസ്ഡ് ആണ്. വിനായകനാണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജാണ് കൊടുത്തിരിക്കുന്നത്. ആ പോലീസ് ഓഫീസറിന് സാധാരണ നമ്മൾ കാണുന്ന പോലെയല്ല. ഡയലോഗ് ഡെലിവറി ആയാലും ബോഡി ലാംഗ്വേജ് ആയാലും ഒരു വ്യത്യസ്തതയുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്തോ ഈ ക്യാരക്ടറുടെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന്. അതിന് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ക്ലൈമാക്സ് ആയിരുന്നു. കിടിലം പടമായിരുന്നു. നല്ല പടം, നല്ല കിടിലം പടം. നമുക്കൊക്കെ വേറെ ലെവൽ പരിപാടിയാണ്. അതിന് മേക്കിംഗ് ഒന്നും പറയാനില്ല. ഗംഭീര പടമാണ്. ഇപ്പോൾ ഇറങ്ങി എൻ്റെ എക്സ്പീരിയൻസ് ഓവറോൾ ഭയങ്കര അടിപൊളി മൂവിയാണ്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട വർക്കാണ്. നമുക്കുള്ള രണ്ട് വണ്ടർഫുൾ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഓവറോൾ പടം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് അഭിപ്രായം പറയാം. എനിക്കിഷ്ടപ്പെട്ടു. പെർഫോമൻസ് കൊണ്ടും എല്ലാം കൊണ്ടും മമ്മൂട്ടിയും വിനായകനും ഒപ്പത്തിനൊപ്പം പെർഫോമൻസ് ചെയ്യാൻ പറഞ്ഞില്ലേ, അടിപൊളി. ഒരു സൂപ്പർ സ്റ്റാർ ഇമാതിരി ഒരു റോള് ചെയ്യണമെങ്കിൽ അത് അയാൾ ഗഡ്സ് അല്ലേ. കാരണം ഇപ്പോഴത്തെ യുവ സൂപ്പർ സ്റ്റാറുകൾ പോലും ഇപ്പം നെഗറ്റീവ് ഷെയ്ഡ് ചെയ്ത് മുന്നോട്ട് കയറി വരുന്നില്ല. പക്ഷേ വേറെ ലെവലാട്ടോ പടം എല്ലാം കൊണ്ടും. സസ്പെൻസും എന്താ പറയുക, ആ ക്ലൈമാക്സിലൊരു ഇതുണ്ട്. ആ ഒരു പഞ്ച് അടിപൊളിയാണ്. സൂപ്പറാണ് പടം എല്ലാം കൊണ്ടും. ക്രിസ്മസ് എന്തായാലും തൂക്കിന്ന് പറയാം. ബാക്കിയും കൂടെ തൂക്കും എന്നുള്ളത് നമുക്ക് വലിയ കാണാം. അടിപൊളിയാ, സൂപ്പർ. തിയേറ്റർ റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു? അവിടെ ഓഡിയൻസിനോട് ഇരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? നല്ല ഹാപ്പിനെസ് തന്നെയായിരുന്നു. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എന്തായാലും. പ്രത്യേകിച്ച് നല്ല തിയേറ്റേഴ്സ് കാണാൻ ഒരു സ്റ്റേറ്റിന് ഇറങ്ങിയിട്ടില്ല. മൈൻഡ് ബ്ലോയിങ് അടിപൊളിയായിരുന്നു. ലാസ്റ്റ് നിമിഷം വരെ നമ്മളിങ്ങനെ എഡ്ജ് ഓഫ് ദി സീറ്റ് ഇങ്ങനെ പിടിച്ചു നിർത്താറുണ്ട്. ഞെട്ടിച്ചോ? പടം അടിപൊളിയാണ്. ഈ പടത്തിന് VFX ഞങ്ങളാണ് ചെയ്തത്. എല്ലാവരും ഒന്ന് കാണണം. മമ്മൂക്കയും വിനായകനും അടിപൊളിയാണ്. താങ്ക് യു. ഡയറക്ടർമാരുടെ ഇനി വിനായകൻ അഭിനയിക്കാൻ സാധ്യതയുണ്ട്. ഷാജി കൈലാസിന്റെ പടത്തിലുണ്ടാവും, ജോഷിയുടെ പടത്തിലുണ്ടാവും. അത് ഇനി ചാൻസ് ആണ്. കാരണം അങ്ങനെ കിട്ടുള്ളൂ. അതാണ് നമ്മുടെ മലയാള സിനിമ. എന്തായാലും നമ്മുടെ കാരണവർ വിനായകന് കൊടുത്ത ഏറ്റവും വലിയൊരു വരദാനമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇതിന് ഡയറക്ടർ മുമ്പിൽ നമ്മളൊരു ബിഗ് സാല്യൂട്ട് കൊടുക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഡയറക്ട് ചെയ്തായിട്ട് തോന്നൂല, അത്ര നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പടം സൂപ്പർ ഹിറ്റാണ്. നമ്മൾ ഇതുവരെ കാണാത്ത മമ്മൂക്കയുടെ ഭയങ്കര ഒരു വ്യത്യസ്തമായ ഒരു ഷെയ്ഡാണ് ഈ സിനിമയെ കാണുന്നത്. അത് തന്നെയാണ് ഈ സിനിമ കാണാനുള്ള ഏറ്റവും വലിയ ടേക്ക് ബാക്കും. കൺവെൻഷണൽ രീതിയൊന്നുമല്ല, വേറൊരു അപ്രോച്ചിലാണ് അവരത് പിടിച്ചിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, നമുക്ക് കുറച്ച് ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ഉള്ള ഒരു അപ്രോച്ച് കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി കണ്ടിട്ട്. ഭയങ്കര നല്ല പടമാണ്, നിങ്ങൾ തന്നെ കാണണം. ഞാനും അഭിനയിച്ചിട്ടുള്ള പടമാണ്. അപ്പം ഞാനും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കണ്ടിട്ട് പറയണം. അത് മമ്മൂട്ടി കമ്പനിക്കൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എനിക്ക് ഓരോ സമയവും ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. കാരണം മമ്മൂട്ടിയുടെ ഓരോ മാറ്റങ്ങളും ക്യാരക്ടർ ബിൽഡിങ്ങും വളരെ സാധാരണത്തെ രീതിയിലൂടെയാണ് ആദ്യം സിനിമ തുടങ്ങുന്നതല്ലോ. പിന്നെയാണ് ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഓഡിയൻസിന് കിട്ടുന്ന ഒരു രസം എന്ന് പറയുന്നത്. ഇതിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, കൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു രസം എന്ന് പറഞ്ഞ പോലെ ആ ഒരു രസം, അഭിനയം എന്ന് പറയുന്ന ആ ഒരു മഹത്തായ ഒരു കലയുടെ ഒരു രസം പ്രേക്ഷകനെ എല്ലാ രീതിയിലും ഉൾക്കൊള്ളുന്ന ഒരു ഇതാണ് ഡയറക്ടറും തിരക്കഥാകൃത്തും നമുക്ക് നൽകിയിട്ടുള്ളത്. മമ്മൂക്കയുടെ ഇതുവരെ കാണാത്ത ഒരു പ്രതിനായക വേഷം, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു താങ്കൾക്ക്? അത് ചലഞ്ചിങ് ആയിരുന്നു സംശയമുണ്ട്. അദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അത് ഡെവലപ്പ് ചെയ്ത് പോകാനായിട്ട്. കാരണം അദ്ദേഹമാണ് ചെയ്യുന്നതെങ്കിൽ അതിന് തീർച്ചയായിട്ടും വേറെ ഡയമെൻഷൻസ് വരുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കി